പെൻഗിൻ വർഗത്തിലെ ഏറ്റവും വലുതും ഭാരമേറിയതുമായ ജീവിയാണ് ചക്രവർത്തി പെൻഗിൻ. ഇവരുടെ ജീവിതം ഒരു സിനിമാ കഥ പോലെയാണ്. ഏറ്റവും അത്ഭുതകരമായ കാര്യമാണ് ഇവയുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി. ശൈത്യകാലത്താണ് പെൻഗിൻ ഒരു മുട്ടയിടുന്നത്. മുട്ടയിട്ട ശേഷം പെൻഗിൻ അത് ആൺ പെൻഗിന് കൈമാറുന്നു. അതും വളരെ ശ്രമകരമായ പ്രവൃത്തിയാണ്. കാരണം മുട്ടയ്ക്ക് 1-2 മിനിറ്റിൽ കൂടുതൽ മഞ്ഞുമൂടിയ നിലത്ത് തണുത്തുറഞ്ഞ താപനിലയെ താങ്ങാൻ കഴിയില്ല. അതിനുശേഷം അവൾ ഭക്ഷണം തേടി കടലിലേക്ക് പോകുന്നു. തുടർന്ന് ഏകദേശം 2 മാസത്തോളം കൊടും തണുപ്പിലും കാറ്റിലും ആൺ പെൻഗിൻ ഈ മുട്ട തന്റെ കാലുകൾക്കിടയിൽ വെച്ച് ഒരു ചർമ്മപാളി കൊണ്ട് പൊതിഞ്ഞ് ചൂട് നൽകി വിരിയിക്കുന്നു. ഈ സമയം അത്രയും ആൺ പെൻഗിൻ ഭക്ഷണം കഴിക്കാറില്ല. അന്റാർട്ടിക്കയിലെ -ഡിഗ്രി തണുപ്പിനെ അതിജീവിക്കാൻ ഇവ കൂട്ടമായി ചേർന്ന് നിൽക്കാറുണ്ട്. ഇതിനെ ഹഡ്ലിംഗ് എന്ന് വിളിക്കുന്നു. കൂട്ടത്തിന്റെ നടുവിലുള്ളവർക്ക് ചൂട് ലഭിക്കുമ്പോൾ പുറത്തുള്ളവർ തണുപ്പ് സഹിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ പുറത്തുള്ളവർ അകത്തേക്കും അകത്തുള്ളവർ പുറത്തേക്കും മാറി മാറി വരുന്നു. ഒടുവിൽ ആ കുഞ്ഞ് പുറത്തു വരുമ്പോഴേക്കും വയറു നിറയെ ഭക്ഷണവുമായി അമ്മ കൃത്യമായി തിരിച്ചെത്തും. മുട്ട വിരിഞ്ഞിട്ടും അമ്മ എത്തിയില്ലെങ്കിലോ കുഞ്ഞു പട്ടിണിയാകുമോ? ഇല്ല, അവിടെയും അച്ഛൻ രക്ഷകനാകും. സ്വന്തം തൊണ്ടയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ക്രോപ്പ് മിൽക്ക് എന്ന പോഷകസമൃദ്ധമായ പാൽ നൽകി അമ്മ വരുന്നതുവരെ അച്ഛൻ ആ കുഞ്ഞിനെ സംരക്ഷിക്കും. ആയിരക്കണക്കിന് വരുന്ന ഒരുപോലെ ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചാണ് ഇവർ പരസ്പരം കണ്ടെത്തുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച അച്ഛനും അമ്മയും ദമ്പതികളുമാണ് ഇവർ. പക്ഷേ പ്രത്യുത്പാദനത്തിൽ എന്തെങ്കിലും കുറവോ വീഴ്ചയോ പറ്റിയാൽ ഇവർക്കിടയിലും ഡിവോഴ്സ് നടക്കാറുണ്ട്. ഈ സ്നേഹവും ഒരുമയും കൊണ്ടാണ് ചക്രവർത്തി പെൻഗിനുകൾ അന്റാർട്ടിക്കയെ അതിജീവിക്കുന്നത്.